നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ബൈപ്പാസിൻ്റെ പുതിയ അപ്ഡേറ്റ് ആണ്. കൊമ്മാടി മുതൽ കളർക്കോട് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. KCC ബിൽക്കോണാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ആലപ്പുഴ ബൈപ്പാസിൻ്റെ 7 കിലോമീറ്റർ നീളത്തിലെ പുതിയ വർക്കുകൾ KCC ബിൽക്കോണാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ ആറുവരി എലിവേറ്റഡ് ഹൈവേ അവസാനിക്കുന്ന തുറവൂര് മുതൽ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് ചമ്പലപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള പറവൂര് വരെയുള്ള റീച്ചിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് KCC ബിൽക്കോണാണ്. നമ്മളിപ്പം നേരെ കൊമ്മാടി ഭാഗത്തേക്ക് വരുമ്പം അവിടെ 2 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമൊക്കെ കഴിഞ്ഞ് കിടപ്പുണ്ട്. അത്രയും പണി ആ ഒരു ഭാഗത്തായിട്ട് കിടപ്പുള്ളൂ. പിന്നെ നമ്മൾ നേരെ ടോൾ പ്ലാസ ഭാഗത്തേക്ക് തിരിഞ്ഞ് പോവുകയാണ്. നേരെ അങ്ങോട്ട് അമ്പലപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ഏരിയയിൽ വലതുഭാഗത്ത് മാത്രമായിട്ട് ഇത്രയും മണ്ണ് കൊണ്ടുവന്ന് മണ്ണല്ല, ഇത് മെറ്റിലടിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഇപ്പം വർക്കൊന്നും വലുതായിട്ട് തുടങ്ങിയിട്ടില്ല. നമ്മൾ കൊമ്മാടി കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് ഇപ്പോൾ കാണുന്ന ആ ഒരു റോഡിൻ്റെ നടുക്കുള്ള ആ ഒരു ഷെഡ് ടോൾ പ്ലാസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷെഡായിരുന്നു. അപ്പം അത് ഇതുവരെയായിട്ടും പ്രവർത്തനമൊന്നും ആയിട്ടില്ല. ഇനിയിപ്പം ആലപ്പുഴ ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതും ഇനി എടുത്ത് മാറ്റും. ഇനി ടോൾ പ്ലാസ വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും വരാനുള്ള സാധ്യതയുള്ളത്. നമ്മളിവിടുന്ന് പിന്നെ മുമ്പോട്ട് പോകും തോറും പിന്നെ വലിയ പണിയൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെ ആ ഒരു കയറ്റം കയറുന്ന ഭാഗം തൊട്ടാണ് പിന്നെ പണി തുടങ്ങിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ വലത്തോട്ട് പോകുമ്പം ഇവരുടെ ഒരു മിക്സർ പ്ലാന്റ്, കോൺക്രീറ്റ് പ്ലാന്റൊക്കെ ഈ ഒരു ഭാഗത്ത് വലത്തെ സൈഡിലാണ്. അത് നമ്മുടെ കഴിഞ്ഞ ഡ്രോൺ വീഡിയോയിൽ നമ്മൾ ആലപ്പുഴ ബൈപ്പാസിൻ്റെ ഡ്രോൺ വീഡിയോയിലൊക്കെ ഉള്ളതുപോലൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇവിടെ ഇപ്പം നെറ്റിലൊക്കെ അടിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ വലതു ഭാഗത്ത് മാത്രമായിട്ട്. അല്ലാതെ പിന്നെ വേറെ പണിയൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല. ഇവിടെയൊക്കെ ഇനിയും ഓടയുടെ നിർമ്മാണമൊക്കെ 2 സൈഡിലുമൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഇതുവരെയായിട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പം ഇത്രയും മെറ്റിൽ ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ചു കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് അവരുടെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്, കോൺക്രീറ്റിൻ്റെ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും മെറ്റിൽ ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് അവിടെയുള്ള പൈലിംഗ് വർക്കുകൾ നടക്കുമ്പോൾ കോൺക്രീറ്റൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിലായിരിക്കും ഈ ഒരു ഭാഗത്തേക്ക് പണി ഉണ്ടാകുക. മെറ്റിൽ മാത്രമല്ല ഈ ഒരു ഭാഗത്തായിട്ട് അടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നത്, എംസാൻഡും അതിൻ്റെ കൂടെ തന്നെയുണ്ട്. അത് പറയാൻ മറന്നുപോയി. പിന്നെ നമ്മളിപ്പോൾ ഈ 3 വീപ്പ പോലെ വലുതായിട്ട് കാണുന്നതിനകത്താണ് സിമെൻറ്റ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്നത്. അതിനുള്ളിലാണ് സിമെൻറ്റ്. അപ്പം സിമെൻറ്റ് ഇതിനകത്തുനിന്ന് ഇറക്കി മിക്സർ ചെയ്ത് എല്ലാം ഇതിനകത്തിട്ടാണ് കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ നേരെ ബൈപ്പാസിൻ്റെ പണി നടക്കുന്ന ഭാഗത്തേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ മുതൽ കയറ്റം കയറിയാണ്, ബൈപ്പാസിലേക്കുള്ള പാലത്തിൻ്റെ കയറ്റം ഈ ഒരു ഭാഗത്ത് നിന്ന് കയറുകയാണ്. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കിപ്പം കുറച്ച് ഗർഡറുകൾ ഈ ഒരു ഭാഗത്തായിട്ട് നിർമ്മിച്ചിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ അവിടെ ഒരു അണ്ടർപാസിൻ്റെ എക്സ്റ്റൻഷൻ കാണുന്നുണ്ട്. കുറച്ച് പൂർത്തിയായിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി 2 സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് മണ്ണിട്ട് നിറയ്ക്കുന്ന പണിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു അണ്ടർപാസിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്ത പണി കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു അടിയിൽ കൂടി ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്, ക്രോസ്. പക്ഷേ അതിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നിക്കുന്നത് അത് ചിലപ്പം ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ അത് പണി ഇപ്പം നടന്നേനെ. പിന്നെ അടുത്ത ഗർഡറിന് വേണ്ടിയിട്ടുള്ള പണിയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ മുതൽ പിന്നെ പൈലിങ് കഴിഞ്ഞേച്ച് പിന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടം കുറേയധികം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ആദ്യം കാണുന്ന 5 പൈലിങ് കഴിഞ്ഞ ഭാഗത്ത്, അതായത് പിയർ ക്യാപ്പിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയ ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് പഴയ ബൈപ്പാസിൻ്റെ ഭാഗത്തായിട്ട് തന്നെ നമുക്കിപ്പോൾ കാണുന്നത് റിട്ടൈനിങ് വാൾ ഉയർത്തി മണ്ണിട്ട് പൊക്കിയിരിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ വലത് ഭാഗത്തായിട്ട് വരുമ്പം അവിടെ നമ്മുടെ തൂണിൻ്റെ മുകളിലായിട്ടായിരിക്കും റോഡ് വരുന്നത്. ഇടത് ഭാഗത്ത് പക്ഷേ 2 സൈഡിലും റിട്ടൈനിങ് വാൾ ഉയർത്തി മണ്ണിട്ട് പൊക്കിയിരിക്കുന്ന ഭാഗമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇപ്പം 2-3 പൈലിങ്ങുകൾ കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. കൂടുതലും പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇവിടെ എത്തുമ്പം ഇവിടെ ഒരു പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയതേ ഉള്ളൂ. അതിൻ്റെ കോൺക്രീറ്റൊക്കെ കഴിയാനുണ്ട്. പിന്നെ ഇനി മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇനിയും പൈലിങ് നടക്കാനുണ്ട്. നമ്മൾ ഈ ട്രെയിൻ പാളത്തിൻ്റെ ആ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഭാഗത്തും കുറച്ചും കൂടെ പൈലിങ് കഴിയാനുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഈ ട്രെയിൻ പാളത്ത് കഴിഞ്ഞേച്ച് വരുന്നിടത്ത് ഇവിടെ ടെസ്റ്റ് പൈലിങ് കഴിഞ്ഞേച്ച് റോഡ് ടെസ്റ്റ് ചെയ്തത് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു. എന്നിരുന്നാലും ഇവിടോട്ട് വരുമ്പോൾ ഇനിയും പൈലിങ്ങുകൾ ചെയ്യാൻ ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഗർഡറക്കിയിരിക്കുന്ന ഭാഗത്തായിട്ട് ഇനിയും പൈലിങ് ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിക്കുന്നത് ഇനി ഇത്രയും സാധനങ്ങളൊക്കെ പിറക്കി ഇതിൻ്റെ മുകളിൽ ഗർഡറുകളെല്ലാം പിറക്കി മുകളിൽ വെച്ചതിന് ശേഷമായിരിക്കും ഇനി അടുത്ത പൈലിങ്ങുകളൊക്കെ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഇനി പൈലിങ് ചെയ്യാനുള്ള സ്ഥലത്തൊക്കെയാണ് ഇനി ഈ ഗർഡറുകളൊക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ മുതൽ പിന്നെ മുമ്പോട്ട് ഇനി നമുക്ക് വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. മൊത്തത്തിലും പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഈ പിയറിൻ്റെ താഴത്തായിട്ട് തന്നെ ഗർഡറുകളും പണിഞ്ഞധികം കുറേയധികം വെച്ചിട്ടുണ്ട്.
മൊത്തത്തിൽ ആലപ്പുഴ ബൈപ്പാസിന് 94 പിയറുകളാണ് വരുന്നത്. പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂണുകളായിട്ട് വരുന്നത്. അപ്പം അത് ഞാൻ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പം ആലപ്പുഴ ബൈപ്പാസിൻ്റെയും പിന്നെ അമ്പലപ്പുഴ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നപ്പം ഇവിടെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ പണി നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിയപ്പം അവിടെ നിന്നിരുന്ന എഞ്ചിനീയറാണ് പറഞ്ഞത് നമുക്ക് ഇത് 94 പിയർ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഗർഡറുകൾ എന്ന് ഇതിൻ്റെ മുകളിൽ എടുത്ത് വെക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദീപാവലി കഴിഞ്ഞ സമയത്ത് അതെടുത്ത് വെക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെയായിട്ട് ഒരു ഗർഡറുകൾ പോലും ഇതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ബൈപ്പാസ് കടന്നു പോകുന്നത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ ചുറ്റിയാണ് കടന്നു പോകുന്നത്. അപ്പം രണ്ടിടത്തായിട്ട് തന്നെ ഈ ആലപ്പുഴ ബൈപ്പാസ് കടന്നു പോകുന്ന ട്രെയിൻ പാളത്തിൻ്റെ മുകളിൽ കൂടിയാണ്. അപ്പം ആ രണ്ടിടത്തായിട്ട് തന്നെ റെയിൽവേയുടെ അനുമതി കിട്ടേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പം ബീച്ചിൻ്റെ സൈഡിലായിട്ട് കടലിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് കാണുന്ന ഈ വെള്ള ടെൻ്റ് എന്ന് പറയുന്നത് എക്സിബിഷൻ നടക്കുന്ന സ്ഥലമാണ്. ഇപ്പം ഭയങ്കരമായിട്ടുള്ള തിരക്കൊക്കെയാണ് വൈകുന്നേരത്ത്. അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം എക്സിബിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇനി ഇതെപ്പം മാറുമെന്നുള്ളത് കാര്യം എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ മുമ്പോട്ട് വരുംതോറും ഇവിടെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലൊക്കെ തന്നെ ഇത്രയും ഭാഗത്തായിട്ട് തന്നെ പിയർ ഗ്യാപ്പിൻ്റെ പണി കഴിഞ്ഞ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പിയർ ഗ്യാപ്പിൻ്റെ മുകളിൽ വെക്കുന്ന ഗർഡറുകളും ഈ ഒരു ഭാഗത്തായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് ശകലം പോകുന്നിടത്തായിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പിയറിൻ്റെയൊക്കെ കോൺക്രീറ്റ് ഇനി കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. പിയർ ഗ്യാപ്പിൻ്റെ നിർമ്മാണം ഘട്ടം എത്തി വരുന്നതേ ഉള്ളൂ. ചില സ്ഥലത്തൊക്കെ മുമ്പോട്ട് വരുന്നിടത്തൊക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടത്തോട്ടൊരു റോഡുണ്ടാകും. നേരെ റെയിൽവേ സ്റ്റേഷൻ പോകുന്ന റോഡാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പിയർ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കമ്പിയൊക്കെ സെറ്റ് ചെയ്യുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലതുഭാഗത്ത് 2 ഗർഡറുകളുടെ പണിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വെച്ചൊരു പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗർഡറുകൾ പണിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് പിയർ ക്യാപ്പ് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ മുമ്പോട്ട് വരുന്നിടത്ത് ഒരു 3 അടുത്തായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ട് ഒന്നിൽ കോൺക്രീറ്റ് ബാക്കിയുണ്ട്. ബാക്കി 2 എണ്ണത്തിനകത്ത് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ടാണ് എത്തിയിരിക്കുന്നത്. അതിൽ ഒന്ന് ഇപ്പം പണി തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ 2 എണ്ണം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ആ പിയർ ക്യാപ്പിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു സ്ലോപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് ഇടത്തെ സൈഡിൽ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ശകലം താന്നും പിന്നെ വലതുഭാഗത്ത് പൊങ്ങിയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ആ ട്രെയിൻ പാളത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പൈലിങ് കഴിഞ്ഞ് വെച്ചിപ്പം പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ടും പിയറിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ടുമാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ട്രെയിൻ പാളം കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം പിന്നെ പൈലിങ് വർക്കുകൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും. ആ ഒരു ഭാഗത്തായിട്ട് തന്നെ പൈലിങ് കഴിഞ്ഞിട്ട് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തും നേരത്തെ കുറച്ച് പണി പെൻഡിങ് വൈകിയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പൈലിങ് കഴിഞ്ഞത്. ആദ്യമേ ട്രെയിൻ പാളം കടന്നു പോകുന്നതിൻ്റെ ബീച്ചിൻ്റെ സൈഡിലായിട്ടായിരുന്നു കൂടുതൽ പൈലിങ് വർക്കുകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം ഇവിടെ ഏറ്റവും അവസാന ഭാഗത്തായിട്ടാണെന്ന് തോന്നി ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ പൈലിങ് വർക്കുകൾ കഴിഞ്ഞത്. ഇപ്പം ഇവിടെ വരെയാണ് നമ്മളിപ്പം പൈലിങ് കഴിഞ്ഞേച്ച് പിയറിൻ്റെ ഘട്ടത്തിലൂടെ എത്തിയിട്ടുള്ളത്. ഇവിടം കഴിഞ്ഞേച്ച് പിന്നെ പൈലിങ് നടന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പം ഇവിടെ വരെ നമുക്കിപ്പം ആലപ്പുഴയുടെ തെക്ക് നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇത്രയും സ്ഥലത്ത് വരെ 2 സൈഡിലും അവർ റിട്ടൈനിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഉയർത്തുന്ന പണിയാണ് പഴയ ബൈപ്പാസ് റോഡിന് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെങ്ങും പൈലിങ് ഇനി ചെയ്യാത്ത സ്ഥിതിക്ക് ഈ ഭാഗത്തൊക്കെ ഇനിയും വലതുഭാഗത്തായിട്ട് തന്നെ റിട്ടൈനിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഉയർത്തുന്ന പണിയായിരിക്കും ഉണ്ടാകുക. ഇപ്പോൾ ഇവിടെ കുറേ ഗർഡറുകൾ പണിഞ്ഞിട്ടിരിക്കുന്നത് കാണാം. അത് നമുക്ക് റെയിൽവേ പാളം കഴിഞ്ഞേച്ച് നമ്മളിപ്പോൾ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് പൈലിങ് കഴിഞ്ഞ ഭാഗത്തായിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം. പിന്നെ ചെറിയ റിട്ടൈനിങ് വാളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത്.
നമ്മളിപ്പോൾ നേരെ കുതിരപ്പന്തി ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. പിന്നെ ഒരു അണ്ടർപാസ് ഉള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റെയിൽവേ ക്രോസ് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുമ്പോൾ പിന്നെ ആകെയുള്ള ഒരു അണ്ടർപാസ് ഇതേ ഉള്ളൂ. അപ്പം അതിന് മുമ്പായിട്ട് തന്നെയുള്ള പൈലിംഗ് വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഉള്ളത് അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം പഴയ ബൈപ്പാസിൻ്റെ ആ സൈഡിലായിട്ട് തന്നെ റിട്ടേണിംഗ് വാൾ ഇറക്കി വെച്ചിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം റിട്ടേണിംഗ് വാൾ വലതുഭാഗത്തായിട്ട് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയായിരിക്കും വരാനുള്ളത്. അപ്പം ഇവിടെ പിന്നെ വേറെ പണിയൊന്നും നടന്നിട്ടില്ല. പിന്നെ വലതുഭാഗത്തായിട്ട് ഓടയുടെ നിർമ്മാണം ഉണ്ടെങ്കിൽ അത് ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഇനി ചെയ്യേണ്ട പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ബൈപ്പാസിൻ്റെ വലതുഭാഗത്ത് നമ്മളിപ്പം പോച്ചയൊക്കെ പിടിച്ച് കിടക്കുന്ന ഭാഗത്ത് മണ്ണ് വൃത്തിയാക്കി എടുക്കുക, പിന്നെ പുതിയ മണ്ണ് കൊണ്ടിട്ട് ഉയർത്തുക എന്നുള്ള പണിയായിരിക്കണം ഇനി വരാനുള്ളത്. പിന്നെ നമ്മൾ ആ വളവ് ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പഴയ വേസ്റ്റ് മണ്ണൊക്കെ അവർ കോരി മാറ്റിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം വലതുഭാഗത്തായിട്ട് തന്നെ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അതേ ഉള്ള ആ ഒരു ഭാഗത്ത് പറയാനായിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇത്രയും ഭാഗത്തായിട്ട് ഇപ്പം കുറച്ച് നാളിന് മുമ്പ് ഈ ഒരു ഭാഗം ഇപ്പം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വേസ്റ്റ് മണ്ണൊക്കെ കൂട്ടിയിട്ടിരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഇത്രയും ഏരിയയിൽ ഇവരിപ്പം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വൃത്തിയാക്കുന്ന പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരെ ഈ വളവ് കഴിഞ്ഞേച്ച് നേരെ എത്തുന്നത് കളർക്കോട് ഭാഗത്തെ ആ സിഗ്നലിൻ്റെ ഭാഗത്തായിട്ടാണ്. ആലപ്പുഴ ബൈപ്പാസിൻ്റെ എൻഡ് ഭാഗത്തായിട്ട്. അവിടെ ഇപ്പം ഇതേപോലെ തന്നെ നമ്മൾ കൊമ്മാടിയിൽ കണ്ടതുപോലെ തന്നെ അവിടെ പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞേച്ച് പിയറിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു കുറച്ച് വീഡിയോ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് തൊട്ട് അമ്പലപ്പുഴ വരെയുള്ള വീഡിയോയ്ക്കകത്ത് ആദ്യമേ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പണി അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ KCC ബിൽക്കോണിൻ്റെ ആലപ്പുഴ ബൈപ്പാസിലെ പുതിയ അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.